നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഏതു നിമിഷവും ഉണ്ടായേക്കും എന്ന സാഹചര്യം രൂപപ്പെട്ടു കഴിഞ്ഞു. ബംഗാളിൽ SIR പൂർത്തിയാകാത്തതുകൊണ്ട് മാത്രമാണ് പ്രഖ്യാപനം വൈകുന്നത്. മാർച്ച് പകുതിക്ക് മുമ്പ് തന്നെ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നും ഏപ്രിൽ പകുതിയോടുകൂടി തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും കണക്കാക്കപ്പെടുന്നു. ഈ പശ്ചാത്തലത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രകടനങ്ങളും പ്രതിഷേധങ്ങളുമായി രംഗത്തുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒരു ജാഥ നടത്തിയ കാര്യം പാർട്ടിക്കാർ പോലും അറിഞ്ഞില്ല എന്നതാണ് വാസ്തവം. അത്ര ശക്തമായ CPM വിരോധം ജനങ്ങൾക്കിടയിലുള്ളത് കൊണ്ടാണ് അറിയപ്പെടാതെ പോകുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ജാഥയ്ക്ക് വലിയ സ്വീകരണമാണ് ദേശമെങ്ങും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് കോൺഗ്രസ് പാർട്ടി ഏതാണ്ട് 50 സീറ്റുകളിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയിരിക്കുന്നു. പാലക്കാടും തൃപ്പൂണിത്തുറയും ഒഴികെയുള്ള ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും സിറ്റിംഗ് MLA മാർ തന്നെയായിരിക്കും കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതുകൊണ്ട് അവിടെ പുതിയ സ്ഥാനാർത്ഥിയെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. രാഹുലിനു കൂടി എതിരില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ വേണമെന്നാണ് കോൺഗ്രസ് പാർട്ടിയുടെ താല്പര്യം. K മുരളീധരനെ പാലക്കാട് മത്സരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും രാഹുലിന്റെ എതിർപ്പിനെ തുടർന്ന് അത് വേണ്ടെന്ന് വെച്ചു. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേര് പിഷാരടിയുടേതാണ്. പിഷാരടി തൃപ്പൂണിത്തുറയിൽ മത്സരിക്കുമെന്നാണ് ഇതുവരെ പറഞ്ഞു കേട്ടതെങ്കിലും തൃപ്പൂണിത്തുറയിൽ ഒരു ഈഴവ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കേണ്ടത് ആവശ്യമുണ്ട് എന്ന് കോൺഗ്രസ് പാർട്ടി വിലയിരുത്തുകയും പിഷാരടിയോടെ പാലക്കാട് മത്സരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. പാലക്കാടാണെങ്കിലും തൃപ്പൂണിത്തുറയാണെങ്കിലും മത്സരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പിഷാരടി. തൃപ്പൂണിത്തുറയിൽ ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് നിശ്ചയിക്കുന്നത് സ്ഥാനമൊഴിയുന്ന K ബാബു ആയിരിക്കും എന്നതും പിഷാരടിക്ക് എതിരായി മാറി. മുൻ വട്ടിയൂർക്കാവ് MLA ആയ K മുരളീധരൻ ഇക്കുറി വട്ടിയൂർക്കാവിൽ മത്സരിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. മണലൂരിൽ TN പ്രതാപനും തൃത്താലയിൽ VT ബലറാമും കൊടുങ്ങല്ലൂരിൽ OG ജനീഷും കുന്നത്നാട് VP സജീന്ദ്രനും കൊട്ടാരക്കര ഐഷ പോറ്റിയും കൊയിലാണ്ടിൽ പ്രവീൺ കുമാറും കോഴിക്കോട് നോർത്തിൽ ജയന്തും നാദാപുരത്ത് KM അഭിജിത്തും ഏലത്തൂരിൽ വിദ്യാബാലകൃഷ്ണനും കോങ്ങാട് KA തുളസിയും സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിട്ടുണ്ട്. 10ഓളം മണ്ഡലങ്ങളിൽ 2 പേരുകളാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. അന്തിമ തീരുമാനം ഹൈക്കമാൻഡാണ് എടുക്കേണ്ടത്. ഇത്തരത്തിൽ കോൺഗ്രസ് പാർട്ടി മുമ്പോട്ട് പോകുമ്പോൾ ഏറ്റവും അധികം പ്രതിസന്ധി അനുഭവിക്കുന്നത് പത്തനംതിട്ടയുടെ കാര്യത്തിലാണ്. കോൺഗ്രസ് പാർട്ടിക്ക് പത്തനംതിട്ടയിൽ ജാതി മത സമവാക്യം പാലിക്കാൻ പ്രയാസമാകുന്നു. ഒരു ഈഴവൻ, ഒരു നായര്, ഒരു മർത്തോമക്കാരൻ, ഒരു ഓർത്തഡോക്സുകാരൻ എന്നതാണ് പത്തനംതിട്ടയിലെ ഫോർമുല. ഈ ഫോർമുല ഒപ്പിച്ചെടുക്കാൻ കോൺഗ്രസ് പാർട്ടി കഷ്ടപ്പെടുകയാണ്. ഈ മണ്ഡലങ്ങളിൽ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത് ആറന്മുളയിലാണ്. ജനങ്ങൾ ഏറെ വെറുക്കുന്ന വീണ ജോർജിനെതിരെ മികച്ചൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ആറന്മുള പിടിക്കാം എന്ന് ഉറപ്പാണെങ്കിലും സ്ഥാനാർത്ഥി മോഹികളുടെ ബാഹുല്യം മൂലം നട്ടം തിരിയുകയാണ് ആറന്മുള. ആറന്മുളയിൽ അബിൻ വർക്കിയെ സ്ഥാനാർത്ഥിയാക്കണം എന്ന പിടിവാശിയിലാണ് രമേശ് ചെന്നിത്തല. വീണ ജോർജ് എന്ന ഓർത്തഡോക്സുകാരിക്കെതിരെ ഓർത്തഡോക്സുകാരനായ അബിൻ വർക്കിയെ തന്നെ രംഗത്തിറക്കണമെന്ന് രമേശ് ചെന്നിത്തല വാശി പിടിക്കുന്നു. അബിൻ വർക്കി മണ്ഡലത്തിൽ പ്രവർത്തനവും ആരംഭിച്ചു. എന്നാൽ ഓർത്തഡോക്സ് സഭാ നേതൃത്വത്തിന് അബിൻ വർക്കിയേക്കാൾ താല്പര്യം വീണ ജോർജിനോടാണെന്നും ഓർത്തഡോക്സുകാർ തമ്മിൽ മത്സരിക്കുമ്പോൾ വീണ ജോർജ് കൂടുതൽ വോട്ട് കൊണ്ടുപോകുമെന്നും ഹൈന്ദവ വോട്ടുകൾ ധ്രുവീകരിച്ച് അത് കുമ്മനം രാജശേഖരന്റെ വിജയത്തിന് കാരണമാകുമെന്നും ആശങ്കപ്പെടുകയാണ് ഒരു കൂട്ടം ആളുകൾ. ആറന്മുളയിൽ കുമ്മനം രാജശേഖരനായിരിക്കും ഇക്കുറി BJP സ്ഥാനാർത്ഥിയെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് അബിൻ വർക്കിയെ അവിടെ നിർത്തിയാൽ തോൽവി ഉറപ്പാണ് എന്ന് പ്രാദേശിക നേതാക്കൾ ഏകസ്വരത്തിൽ പറയുന്നു. പത്തനംതിട്ട MP ആന്റണി മാത്രമല്ല, അടൂരുകാരനായ രാഹുൽ മാങ്കൂട്ടത്തിലും അബിൻ വർക്കിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് എതിരാണ്. അബിൻ വർക്കിയാണ് മത്സരിക്കുന്നതെങ്കിൽ താൻ റിബലായി മത്സരിക്കുമെന്ന് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. VD സതീശനടക്കം പത്തനംതിട്ടയിലെ പ്രാദേശിക നേതൃത്വത്തിൽ ഭൂരിപക്ഷം പേർക്കും താല്പര്യം വിജയ് ഇന്ദുചൂടൻ എന്ന യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിനെ സ്ഥാനാർത്ഥിയാക്കാനാണ്. പ്രഗത്ഭനായ വാഗ്മിയും ചാനൽ ചർച്ചകളിലെ നിറസാന്നിധ്യവും ആണ് എന്ന് മാത്രമല്ല, കോൺഗ്രസ് നേതാക്കൾ ഒരിക്കലും മറക്കാത്ത ഇന്ദുചൂടന്റെ മകനുമാണ് എന്നത് വിജയ് ഇന്ദുചൂടന് ഗുണകരമാകുന്നു. എന്നാൽ VD സതീശൻ മാത്രമാണ് വിജയ് ഇന്ദുചൂടനെ പിന്തുണയ്ക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയ് ഇന്ദുചൂടന്റെ കാര്യത്തിൽ പ്രത്യേകമായ താല്പര്യമോ എതിർപ്പോ പ്രകടിപ്പിക്കുന്നില്ല. വിജയ് ഇന്ദുചൂടനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലും പിന്തുണച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് താല്പര്യം പഴകുളം മധുവിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കാനാണ്. പഴകുളം മധു പഴയ സ്കൂളിൽപ്പെട്ട ആളാണെന്നും വീണ ജോർജിനോട് മല്ലിട്ട് മത്സരിക്കാനുള്ള ശേഷിയില്ലെന്നും പഴകുളം മധുവിനെ മത്സരിപ്പിച്ചാൽ പരാജയം ഉറപ്പാണെന്നും പത്തനംതിട്ടയിലെ പ്രാദേശിക നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിലും പറയുന്നു. ഇങ്ങനെ നേതൃത്വം 3 സ്ഥാനാർത്ഥികളായി തിരിഞ്ഞു നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ശ്രീനാദേവി കുഞ്ഞമ്മയെ പരിഗണിച്ചുകൂടാ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും മുൻഗണന കൊടുക്കുന്നത്
ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കാണ്. പത്തനംതിട്ടക്കാരിയാണ് എന്നത് മാത്രമല്ല ഹിന്ദുവാണ് എന്നതും വനിതയായ വീണ ജോർജിനോട് മത്സരിക്കാൻ ഏറ്റവും മികച്ചത് ശ്രീനാദേവിയാണ് എന്നതും ഈ ആശയം ചർച്ച ചെയ്യാൻ കാരണമാകുന്നു. എന്തായാലും ആറന്മുളയുടെ കാര്യത്തിൽ തർക്കം ഇപ്പോഴും തുടരുകയാണ്. മണ്ഡലത്തിലിറങ്ങി പ്രവർത്തനം ആരംഭിച്ച അബിൻ വർക്കിയെ വെട്ടാൻ ശക്തമായ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനിടയിൽ മറ്റൊരു റൂമർ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പരന്നു തുടങ്ങിയിട്ടുണ്ട്. രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ സകലരും ചേർന്ന് ഗൂഢാലോചന നടത്തി അതിന് നേതൃത്വം കൊടുത്ത പിണറായിയെ നേരിടാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ധർമ്മടത്തേക്ക് പോകും എന്ന വാർത്ത. ഇതേക്കുറിച്ച് രാഹുൽ ഇതുവരെ ആരോടും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും രാഹുലുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന രാഹുൽ ധർമ്മടത്ത് പോയി സ്വതന്ത്രനായി പിണറായിക്കെതിരെ നോമിനേഷൻ കൊടുക്കുമെന്നാണ്. രാഹുൽ സ്വതന്ത്രനായി മത്സരിച്ചാൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്നും പിണറായിയെ തോൽപ്പിക്കാൻ ആയില്ലെങ്കിലും വലിയ ചർച്ചയാകുമെന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മനസ്സിൽ അത്തരമൊരു ആശയമുണ്ടോ എന്ന് ഉറപ്പില്ല. രാഹുൽ ധർമ്മടത്ത് പിണറായിക്കെതിരെ മത്സരിച്ചേക്കും എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം പെരുകി വരികയാണ്. ഇതേസമയം CPM-ലും പ്രതിസന്ധി തുടരുന്നുണ്ട്. CPM ഉറപ്പായും ജയിക്കുന്ന മണ്ഡലങ്ങളിൽ പിണറായിയുടെ വിശ്വസ്തരെ നിർത്താനുള്ള നീക്കം വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. CPM ഉറപ്പായും ജയിക്കില്ല എന്നിടത്ത് പിണറായിക്ക് താല്പര്യമില്ലെങ്കിലും ഒന്നിലധികം തവണ മത്സരിച്ചവർക്കും മാറ്റൊരുക്കാം. എന്നാൽ CPM-ന് ഉറപ്പുള്ള സീറ്റുകളിൽ പിണറായിക്ക് അനിഷ്ടമുള്ളവരെ പിന്തള്ളുകയാണ്. ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ശൈലജ ടീച്ചറിനും ഷംസീറിനുമാണ്. ശൈലജ ടീച്ചറിനോട് മത്സരിക്കേണ്ട എന്നാണ് CPM നേതൃത്വം പറഞ്ഞിരിക്കുന്നത്. മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന് ശൈലജ ടീച്ചർ അറിയിച്ചപ്പോൾ പേരാവൂരിൽ പോയി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെതിരെ മത്സരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. നേരത്തെ സണ്ണിക്കെതിരെ മത്സരിച്ച് തോറ്റിട്ടുള്ളയാളാണ് ശൈലജ ടീച്ചർ. ഒരിക്കൽ കൂടി ഈ പിണറായി വിരുദ്ധ CPM വിരുദ്ധ തരംഗത്തിനിടയിൽ മത്സരിക്കാൻ പോയാൽ തോൽവി ഉറപ്പാണെന്ന് റിപ്പോർട്ടുണ്ട്. മുഖ്യമന്ത്രിയാകുമെന്ന് വരെ കണക്കാക്കപ്പെട്ട ശൈലജ ടീച്ചറെ ഒതുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പേരാവൂരിലേക്ക് തള്ളിവിടുന്നു എന്നാണ് ആരോപണം. പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാൽ നോ പറയാനുള്ള പ്രയാസം തന്നെയാണ് ശൈലജ ടീച്ചർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഇത് തന്നെയാണ് തലശ്ശേരിയിൽ ഷംസീറും നേരിടുന്ന പ്രതിസന്ധി. ഷംസീറിനോട് ഇക്കുറി മത്സരിക്കേണ്ട എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു. ഷംസീറിന് പകരം P ശശിയെ തലശ്ശേരിയിൽ നിർത്താനാണ് ഇപ്പോൾ നീക്കം നടത്തുന്നത്. P ശശിക്ക് MLA ആകാനുള്ള അവസാനത്തെ ചാൻസ് എന്ന നിലയിൽ തലശ്ശേരി ഷംസീറിൽ നിന്ന് എടുത്ത് ശശിക്ക് കൊടുത്തേക്കും എന്നാണ് റിപ്പോർട്ട്. ഷംസീർ അസ്വസ്ഥനാണെങ്കിലും പാർട്ടി പറയുന്നത് കേട്ട് മാറി നിൽക്കേണ്ട സാഹചര്യമുണ്ട്. അതിനേക്കാൾ വലിയ തിരിച്ചടിയായി മാറുന്നത് ഇപ്പോൾ മത്സരിച്ചില്ലെങ്കിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പലിനെതിരെ മത്സരിക്കാനുള്ള നിയോഗം ഏറ്റെടുക്കേണ്ടി വരുമെന്നതാണ്. ഷാഫിയെ തോൽപ്പിക്കാനും കഴിയില്ല. മത്സരിച്ച് തോൽക്കുകയും ചെയ്താൽ P ജയരാജന്റെ ഗതിയായിരിക്കും ഷംസീറിനെയും കാത്തിരിക്കുന്നത്. ഇത്തരത്തിൽ പിണറായിയുടെ കാഞ്ഞബുദ്ധി പ്രവർത്തിക്കുന്നതിനെതിരെ പാർട്ടിക്കുള്ളിലും ശക്തമായ വികാരം രൂപപ്പെട്ടു വരുന്നു.